GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. ഇന്ത്യയും ഖത്തറും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും വരുമാന നികുതി വെട്ടിപ്പ് തടയുന്നതിനുമുള്ള കരാറുകളിലാണ് ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെയും സാന്നിധ്യത്തിലാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഖത്തർ അമീർ ഷെയ്ഖ് ഹമീം ബിൻ ഹമദ് അൽ ഥാനി ഇന്ത്യയിലെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ഹൈദരാബാദ് ഹൗസിലായിരുന്നു ഖത്തർ അമീറിൻ്റെ നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. ഖത്തറിൽ നിന്ന് ഇന്ത്യ കൂടുതൽ പ്രകൃതിവാതകം വാങ്ങാനും ധാരണയായി. ഖത്തർ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ഇനിയും ഇന്ത്യയിലേക്ക് മടങ്ങാനാകാത്ത മുൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ്റെ കാര്യവും ചർച്ചയായി എന്നാണ് റിപ്പോർട്ടുകൾ. പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി നരേന്ദ്രമോദി ഇന്നലെ ഖത്തർ അമീറിനെ സ്വീകരിച്ചിരുന്നു. വിദേശകാര്യ വകുപ്പ് മന്ത്രി S. ജയശങ്കർ ഇന്നലെ ഷെയ്ഖ് ഹമീമുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഖത്തർ അമീർ ഇന്ത്യയിലെത്തിയത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ ഥാനിയുമുണ്ട്. രാവിലെ ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഇന്ത്യയിലെയും ഖത്തറിലെയും വ്യവസായികളുമായും അമീർ കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റിൽ ബ്ലഡ് മണി വർദ്ധിപ്പിച്ചു. 20,000 ദിനാറാക്കിയാണ് വർദ്ധിപ്പിച്ചത്. സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ 251 ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ചതായി നീതിന്യായ മന്ത്രി കൗൺസിലർ നാസർ അൽ സുമൈദ് പ്രഖ്യാപിച്ചു. നിയമനിർമ്മാണ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങളുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം കൊലപാതക കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഇരയാകുന്ന വ്യക്തികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പണം നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടുന്നതാണ് ബ്ലഡ് മണി. നീതി ഉയർത്തിപ്പിടിക്കുകയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും സ്ഥാപിതമായ ഇസ്ലാമിക തത്വങ്ങളുമായും രാജ്യത്തിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുമായും യോജിപ്പിച്ച് നിയമനിർമ്മാണ ചട്ടക്കൂട് മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ ഭേദഗതിയെന്ന് അൽ സുമൈദ് വ്യക്തമാക്കി. ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050 444 2423. സൗദിയിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറം നാളെ നടക്കുമെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. വൈകിട്ട് 4 മുതൽ 6 വരെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടക്കുന്ന ഓപ്പൺ ഹൗസിൽ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, മറ്റ് കോൺസുലർമാർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ടീം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. ഏതെങ്കിലും അടിയന്തര കോൺസുലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇവരെ സമീപിക്കാം. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികാരപരിധിയിൽ താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയ്ക്ക് അവരുടെ അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വൈകിട്ട് 3:30 മുതൽ മുൻകൂർ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ കോൺസുലേറ്റിൽ എത്താവുന്നതാണ്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.